ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ആദ്യമായി ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറേ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ അൺബോക്സിങ് വീഡിയോ കണ്ടതിന് കയ്യും കണക്കുമില്ല. ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നെന്തായാലും ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച് ഒരുപാട് റിവ്യൂസ് കണ്ട് തീരുമാനമെടുത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. മേടിക്കണമെന്ന് ആഗ്രഹിച്ച തീരുമാനമെടുത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഞാൻ എന്തായാലും വാങ്ങി അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, DJI Osmo Pocket 3 ക്രിയേറ്റർ കോംബോ. ഒരുപാട് കാലമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമാണ്. ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള എല്ലാ എസെൻഷ്യൽ സാധനങ്ങളും ഉള്ള ഒരു സംഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ടൊന്ന് കണ്ടറിയാം. ഞാൻ ആദ്യമായിട്ടാണ് DJIയുടെ ഒരു പ്രൊഡക്റ്റ്, ആദ്യമായിട്ടല്ല, ഞാൻ DJIയുടെ ഒരു ഗിംബൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ DJIയുടെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഉൾപ്പെട്ടതാണ് ഈ പാക്കറ്റ് എന്നുള്ള കാര്യം. ക്യാമറ കേസ്, പിന്നെ മൈക്ക് 2, പിന്നെ അതിൻ്റെ ചെറിയൊരു സ്റ്റാൻഡ്, അഡീഷണൽ ബാറ്ററി, ട്രൈപോഡ്, ചാർജിങ് കേബിള്, ക്യാരിങ് ബാഗ് ഉണ്ട്, പിന്നെ മൈക്കിൻ്റെ ക്ലിപ്പ് മാഗ്നറ്റ് ഉണ്ട്, പിന്നെ വിൻസ്ക്രീൻ ഉണ്ട്, ഒരു ചെറിയ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, റിസ്റ്റ് സ്ട്രാപ്പ് ഉണ്ട്. ഇത്രയാണ് സംഭവം ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു ബ്ലോഗറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉപയോഗപ്രദമായ ഒരു ക്യാമറ പാക്ക് തന്നെയാണിത്. ഞാൻ നേരത്തെ ഒരു വട്ടം ചുമ്മാ ഓപ്പൺ ആക്കി നോക്കിയായിരുന്നു. ഇത് കിട്ടിയപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റീപാക്ക് ചെയ്ത് ഒന്നും കൂടെ തുറക്കാൻ വേണ്ടി പോവാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇത് നമുക്ക് തുറക്കുമ്പം തന്നെ ഇതിനകത്ത് കുറേ യൂസർ മാനുവലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ആപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു യൂസർ മാനുവലുണ്ട്, പല ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. DJIയുടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കുറേ സ്റ്റിക്കേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് വരുന്നത്. ഇതിനകത്താണ് കംപ്ലീറ്റ് ആക്സസറീസ് ഉള്ളത്. ഇതിനകത്തു നിന്നാണ് നമുക്ക് സംഭവം എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഇങ്ങനെ സാധനം എടുത്ത് പ്ലാസ്റ്റിക് കവർ അപ്പുറത്തേക്ക് ഇട്ട് ഇതാണ് DJIയുടെ Osmo Pocket 3 ക്രിയേറ്റർ കോംബോ. ഇത്രയും ചെറിയ ബാഗിനകത്താണ് ഈ കണ്ട സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് അവർ സാധനം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും കോമ്പാക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സകല ആക്സസറീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്യാമറ മേടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ലല്ലോ. അതിന് ഹാറ്റ്സ് ഓഫ് ടു DJI. പ്രത്യേകിച്ച് ബാഗിനെ പറ്റി പറയുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിച്ചോണ്ടുള്ളവരും, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നുമല്ല, വാട്ടർ പ്രൂഫും അല്ല. ഒരുപാട് സമയം മഴയത്തോ കാര്യങ്ങളിലോ ഒക്കെ ഇത് നനയാതെ ശ്രദ്ധിക്കണം. ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. വാട്ടർ പ്രൂഫ് ആണെന്നോ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്നോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, പണി കിട്ടും. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാം നമ്മുടെ ആശാൻ അതിനകത്ത് ഇരിപ്പുണ്ട് സുഖമായിട്ട്. അപ്പോൾ ഞാൻ അതിനെ തന്നെ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഇവനാണ് താരം. ഇതാണ് നമ്മുടെ DJI Osmo Pocket 3 ക്യാമറ, ഗിംബൽ ക്യാമറയാണിത്. അപ്പം ഇവനാണ് ആദ്യം കൈ കിട്ടിയത്. സൈഡിൽ വെച്ചു. അടുത്ത ആള് എനിക്ക് തോന്നിയത് നമ്മുടെ അഡീഷണൽ ബാറ്ററി കം സ്റ്റാൻഡാണ്. അതെ, ഇത് ഒരു എക്സ്ട്രാ ബാറ്ററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒരു പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അതേസമയം ഒരു ഹാൻഡിൽ പോലെ യൂസ് ചെയ്യാം. പിന്നെ മാത്രമല്ല ക്യാമറയുടെ സ്റ്റാൻഡിലൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവം ഇതാണ്. പിന്നെ വരുന്നത് ക്യാമറയുടെ ഒരു സ്റ്റാൻഡാണ്. ഇത് ഒരു അഡീഷണലായി നമുക്ക് ഹൈറ്റും ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു ചെറിയ ക്യാമറയുടെ സ്റ്റാൻഡാണ്. ഇത് നമുക്കിങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു
സാധനമാണ്. ഇത് ബാറ്ററി ചാർജും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് ഇതുള്ളത് ഇത് നമുക്ക് ക്യാമറ സ്റ്റാൻഡിലേക്ക് ഫിക്സ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ചാർജിങ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചാർജ് ചെയ്യുകയും ചെയ്യാം വേണമെങ്കിൽ. അങ്ങനെ ഒരു ഉപയോഗം കൂടി ഇതിനകത്തുണ്ട്. അത് ഇതിനകത്തും സംഭവമുണ്ട്. ഇത് നമുക്ക് സെയിം ടൈമിൽ ചാർജ് ചെയ്ത് കൊടുക്കാം. ഇതും ചാർജ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു അഡീഷണൽ ഒരു സ്റ്റാൻഡ് പോലെ മാത്രമേ യൂസ് ചെയ്യേണ്ട സംഭവമാണ്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള അടുത്ത സാധനം DJI Mic 2 വയർലെസ് മൈക്കാണ്. ഇതിനകത്ത് തന്നെയാണ് ഇതിൻ്റെ റിസീവറൊക്കെ ഇൻബിൽറ്റ് തന്നെയാണ്. സോ പെയറിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓൺ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാമറയായിട്ട് പെയറിംഗ് ഒക്കെ നടക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കോംപ്ലിക്കേഷനോ ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് ഒരു സാധനം. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഫീൽ ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് ലുക്കൊക്കെയാണ് അകത്ത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അടുത്ത താരം ഇതൊരു ചെറിയ ട്രൈപോഡ് നമുക്ക് ഇൻ കേസ് ഇങ്ങനെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രൈപോഡ്. ഓക്കെ, അതൊരു യൂസ്ഫുൾ അഡീഷൻ തന്നെയാണ് ഇതിനകത്ത്. വാട്ട് നെക്സ്റ്റ്? ഒരു Type C to Type C ചാർജിങ് കേബിള്. പിന്നെ ഓക്കെ, ഇതാ പല പേരുകൾ അറിയപ്പെടുന്ന ഡെഡ് ക്യാറ്റ് അല്ലെങ്കിൽ വിൻസ്ക്രീൻ എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം മൈക്കിൻ്റെ കൂടെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് പുറത്ത് ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെ ഒരു റിസ്റ്റ് സ്ട്രാപ്പ്. ഇതൊന്നും ആരും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ മൈക്കിൻ്റെ പുറകിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്. പിന്നെ ഉള്ളത് നമ്മുടെ 15mm വൈഡ് ആംഗിൾ ലെൻസ്. ഇത്രയാണ് നമ്മുടെ പാക്കറ്റിനകത്ത് ഉള്ളത്. അപ്പം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് വേറൊരു ഐറ്റം കൂടി ഉണ്ട്. അത് നോക്കട്ടെ എന്താണ്. അതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതിനകത്ത് ഒരു സൈഡിൽ മാത്രമേ സാധനമുള്ളൂ. അതങ്ങോട്ട് എടുത്ത് ഇതാണ് നമ്മുടെ ക്യാരി കേസ് അല്ല, ഇത് ക്യാമറയുടെ ഒരു സേഫ്റ്റി ബോക്സ് പോലത്തെ ഒരു ഐറ്റമാണ്. എടുക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സോൾഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതങ്ങോട്ട് ഓപ്പൺ ആക്കുക, പുറത്തേക്ക് എടുക്കുക, പ്ലാസ്റ്റിക് കവർ മാറ്റി വെക്കുക. ഇതാണ് ഐറ്റം. ഇതിനകത്ത് നമ്മുടെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഇറക്കി വെച്ച് നമ്മുടെ പോക്കറ്റിലിട്ടുകൊണ്ട് കൊണ്ടുപോകാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ക്യാമറ കയറ്റിയിട്ട് തള്ളിക്കയറ്റി വെക്കാൻ പാടില്ല. അത് നമ്മൾ കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. അതൊക്കെ നോക്കി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ചാടിക്കയറി ഞാൻ തള്ളിക്കയറ്റി വെക്കാത്തത്. ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ സംഭവം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. പക്ഷേ ഇതൊരു നല്ലൊരു അഡീഷനാണ്. നമ്മുടെ ഒരു കൈയിൻ്റെ അത്രയും പോലും വലുപ്പമില്ല, അത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ക്യാമറയിനകത്ത് വെച്ച് നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമുക്ക് പോവാം. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ 15mm ലെൻസ് വെക്കാനുള്ള ഒരു സ്ലോട്ടും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെൻസ് വേണമെങ്കിലും ഇതിനകത്ത് വെച്ചുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സംഭവം അവർ കൊടുത്തിട്ടുണ്ട്. ചങ്ങായിമാരെന്തായാലും പുലികളാണ്. കൊള്ളാം, സംഭവം ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇവർ ഈ ബാഗിനകത്ത് ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി ചുമ്മാ ഇങ്ങനെ എടുത്ത് സാധനത്തേക്ക് ഇടുന്നതല്ല, ഓരോന്നിനും ഓരോ കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സംഭവം ക്രമീകരിച്ചിട്ടുള്ളത്. അത് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഒരു വ്ളോഗറെ സംബന്ധിച്ചോളം ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അതായത് ക്യാമറയുണ്ട്, അഡീഷണൽ ബാറ്ററി ഉണ്ട്, മൈക്ക് ഉണ്ട്, ചെറിയൊരു ട്രൈപോഡ് ഉണ്ട്, ആ ക്യാമറയുടെ ഒരു കേസും ഉണ്ട്, ചാർജിങ് കേബിളുണ്ട്. അങ്ങനെ ഒരുവിധം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഒരു വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വൈഡ് ആംഗിൾ ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് വരുന്നത്. എനിക്ക് ഇത് സാധനം തുറന്ന് നേരത്തെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ സമയത്ത് കൊള്ളാം, കൊടുത്ത പൈസയ്ക്ക് വാല്യൂ ഉണ്ട്, കൊടുത്ത പൈസയ്ക്കുള്ള സാധനം കിട്ടിയെന്നൊരു ഫീലാണ് നമുക്കുള്ളത്. ഏത് കാലത്ത് നമ്മൾ നിൽക്കുന്ന ആലോചിക്കണം. ഇത്രയും വലിയ ബ്രീഫ് കേസ് ആണെങ്കിലുള്ള ക്യാമറ യൂസ് ചെയ്ത് നമ്മുടെ കൈയിനെക്കാട്ടിൽ ചെറിയതായിട്ടുള്ളൊരു ക്യാമറയിലേക്ക് വന്നിരിക്കുന്നു. കാലം പോയ പോക്കെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, എനിക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടപ്പോൾ തോന്നിയത്, പണ്ട് നമ്മുടെ ഹോളിവുഡിൽ ഇറങ്ങിയ E.T. എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, സ്പിൽബർഗ് സംവിധാനം ചെയ്ത E.T. എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഈ സംഭവം കാണുന്ന സമയത്ത് എന്താ പറയുന്നത്, E.T. പോലെയാണ് ഇത് തോന്നുന്നത്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇടുക, ഇതിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ
ആശാൻ എനിക്ക് കാണുമ്പോൾ ഒരു ഈറ്റി ആയിട്ടാണ് തോന്നുന്നത്. ആ ഈറ്റിയുടെ ഒരു രൂപം സംഭവം ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഈ ആശാൻ ഇങ്ങനെ തിരിയുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പം, ഈ ഒരു ഏരിയയൊക്കെ എനിക്ക് കാണുമ്പോൾ ആ ഈറ്റിയുടെ ഒരു തലയും അതിൻ്റെ ഒരു കണ്ണൊക്കെ പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് ഇങ്ങനെ തലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. സംഭവം പൊളിയാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളത് നോക്കി നോക്കുക. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഈറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് എനിക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ കാഴ്ചപ്പാടാണല്ലോ. എനിക്കിത് പെട്ടെന്ന് കണ്ട സമയത്ത്, പ്രത്യേകിച്ച് ഈ ഏരിയ സംഭവമൊക്കെ കണ്ട സമയത്ത്, ആ ഈറ്റിയുടെ ഒരു കഴുത്തും ഈറ്റി ഇങ്ങനെ നിൽക്കുന്നത് നോക്കിയിട്ടാണ് എനിക്ക് സംഭവം ഫീൽ ചെയ്തത്. ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് പൊളിയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനിയും ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ വേറെ ദിവസം വരുന്നതായിരിക്കും. ഇനിയുള്ള ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇത് വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്ര നാൾ ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. ഐഫോൺ ഒട്ടും മോശമല്ല, പക്ഷേ ഇനിയും ചിലപ്പോൾ ഞാൻ ഇതായിരിക്കും യൂസ് ചെയ്യുക. എന്തായാലും ഇവനെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ, അപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന മോശമല്ലേ. നല്ലോണം ഉപയോഗിച്ച് പഠിച്ച് വിശദമായ കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ വീണ്ടും അടുത്ത ചാപ്റ്ററിൽ കാണാം. ഗുഡ് ബൈ.